CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാൽപ്പാറ വാഹന ദുരന്തത്തിൽ മരിച്ച 9 പേർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. 6 അധ്യാപകർ ഉൾപ്പെടെ 9 പേർക്ക് കണ്ണീരോടെ നാട് വിട ചൊല്ലി. 7 പേരുടെ കബറടക്കം വിവിധ മഹല്ലുകളിൽ പൂർത്തിയായി. മണ്ണാർക്കാട് ഗൃഹനാഥനെ വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പടാരി അമ്പാഴത്തൊടി ഗോപാലകൃഷ്ണൻ നായരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 11-നാണ് സംഭവം. മലപ്പുറം ജില്ലയിൽ ഏപ്രിൽ അവസാനം വരെ കടുത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. ജില്ലയിൽ പാലക്കാടിനോട് ചേർന്നുള്ള പെരിന്തൽമണ്ണയുടെയും സമീപത്തെയും പ്രദേശങ്ങളിൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. പാലക്കാട്ട് 40-41 ഡിഗ്രി വരെ ഉയരുന്നതിന്റെ പ്രതിഫലനമാണിത്. തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ വെള്ളിയാർ പുഴയുടെ കൈവഴിത്തോട്ടിലേക്ക് വ്യാപകമായ രീതിയിൽ കോഴിമാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. ചത്ത കോഴികളെ ഉൾപ്പെടെ തള്ളിയ അവശിഷ്ടങ്ങളിൽ പുഴുക്കൾ നിറഞ്ഞ് പ്രദേശം അതീവ ദുർഗന്ധത്തിലാണ്. അട്ടപ്പാടി അബ്ബനൂരിൽ പാറയിടുക്കിൽ കുടുങ്ങി ഒറ്റപ്പെട്ട കാട്ടാനക്കുട്ടിയെ കൂട്ടാൻ 4 ദിവസം കഴിഞ്ഞിട്ടും അമ്മയാന എത്തിയില്ല. വനത്തിനകത്ത് ആനക്കുട്ടിയെ വനം വകുപ്പ് സംരക്ഷിക്കുകയാണ്. താൽക്കാലികമായി മരക്കമ്പുകൾ കൊണ്ട് ചുറ്റും കെട്ടിയാണ് ആനക്കുട്ടിയെ സംരക്ഷിച്ചിരിക്കുന്നത്. അമ്മയാന എത്തിയാൽ മരക്കമ്പുകൾ തകർത്ത് ഉള്ളിൽ കയറാനാവും. അതേസമയം കുട്ടിയാനയ്ക്ക് തകർക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൂടാണ്. അമ്മയാന എത്തി കുട്ടിയാനയെ കൂടെ കൂട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനവകുപ്പ്. ചൊവ്വാഴ്ച രാവിലെ 7:30-യോടെ അബ്ബനൂർ വെള്ളറത്തോട്ടിലാണ് പാറയിടുക്കിൽ കാട്ടാനക്കുട്ടി കുടുങ്ങിയത്. അട്ടപ്പാടി റേഞ്ച് ഓഫീസർ N സഫീറിന്റെ നേതൃത്വത്തിലാണ് ആനക്കുട്ടിയെ രക്ഷിച്ചത്. സമീപത്തുണ്ടായിരുന്ന അമ്മയാനയ്ക്കൊപ്പം കുട്ടിയാനയെ ചേർക്കാൻ വനംവകുപ്പ് ശ്രമിച്ചെങ്കിലും അമ്മയാന എത്തിയില്ല. കാട്ടാനക്കുട്ടിക്ക് നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ വനംവകുപ്പ് കരിക്കിൻ വെള്ളം നൽകുന്നുണ്ട്. ലാക്ടോജൻ അടങ്ങുന്ന കൃത്രിമ പാലും നൽകുന്നുണ്ട്. രാത്രി കാട്ടാനക്കുട്ടിയെ നിരീക്ഷിക്കാൻ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിൽ കുട്ടിയാനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അട്ടപ്പാടി റേഞ്ച് ഓഫീസർ പറഞ്ഞു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് ഗൃഹനാഥനെ വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പടാരി അമ്പാഴത്തൊടി ഗോപാലകൃഷ്ണൻ നായരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 11-നാണ് സംഭവം. കടുത്ത ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്ന ഇദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്ന് വന്നത്. വെള്ളിയാഴ്ച രാവിലെ വീട്ടുമുറ്റത്ത് ഇദ്ദേഹത്തെ കണ്ടവരുമുണ്ട്. പിന്നീട് വീടിനോട് ചേർന്ന പുറത്തെ കുളിമുറിക്ക് സമീപം കുഴഞ്ഞു വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ സമീപത്തെ ഡോക്ടറെ വിളിച്ചുവരുത്തി പരിശോധിച്ചപ്പോൾ മരിച്ചതായി ഡോക്ടർ അറിയിച്ചു. ഇടയ്ക്കിടെ കുടുംബാംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാറുള്ളതായും വ്യാഴാഴ്ച രാത്രിയും ഇത്തരത്തിൽ വഴക്കുകൂടുന്ന ശബ്ദം കേട്ടിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞതായി പോലീസ് പറഞ്ഞു. സ്ഥലത്തെത്തിയ മണ്ണാർക്കാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. CCN മണ്ണാർക്കാട്. മലപ്പുറം ജില്ലയിൽ ഏപ്രിൽ അവസാനം വരെ കടുത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. ജില്ലയിൽ പാലക്കാടിനോട് ചേർന്നുള്ള പെരിന്തൽമണ്ണയുടെയും സമീപത്തെയും പ്രദേശങ്ങളിൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. പാലക്കാട്ട് 40-41 ഡിഗ്രി വരെ ഉയരുന്നതിന്റെ പ്രതിഫലനമാണിത്. മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ 38 ഡിഗ്രി വരെ ഉയരാം. അതേസമയം അന്തരീക്ഷത്തിൽ 85 മുതൽ 90% വരെ ഈർപ്പം തുടരുന്നതിനാൽ ചൂടിന്റെ അസ്വസ്ഥതയ്ക്കും കുറവില്ല. കർണാടക, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളുടെ മേലെ 4-5 കിലോമീറ്റർ ഉയരത്തിൽ തുടരുന്ന അതിമർദ്ദ മേഖലയാണ് ജില്ലയിലടക്കം ചൂട് കൂട്ടാൻ ഇടയാക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷകനും റെയിൻ ട്രാക്കേഴ്സ് കൂട്ടായ്മ അഡ്മിനുമായ ശരത് കുമാർ പറഞ്ഞു. അതിനാലാണ് വരണ്ട കാറ്റ് ഈ മേഖലയിലേക്കും അടിക്കുന്നത്. ഈ അതിമർദ്ദ മേഖല നീങ്ങിയാലേ ഇനി മഴയ്ക്ക് സാധ്യതയുള്ളൂ. ആകാശത്ത് മേഘങ്ങൾ കാണാമെങ്കിലും കിഴക്കൻ കാറ്റിന്റെയും പടിഞ്ഞാറൻ കാറ്റിന്റെയും സംയോജനം നടക്കാത്തതുകൊണ്ടാണ് അവ മഴയായി പെയ്യാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണയും ഇടവപ്പാതി നേരത്തെ എത്തിയേക്കും. മെയ് 2-ാം വാരം പിന്നിട്ടാൽ മഴ എത്തിയേക്കാം. എന്നാൽ മൺസൂൺ സീസണിൽ മഴ കുറയാനിടയുണ്ടെന്ന് നിരീക്ഷകർ പറയുന്നു. എൽനിനോ പ്രതിഭാസമാണ് കാരണം. അതേസമയം ഏപ്രിൽ 27-നു ശേഷം വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുവരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ കിട്ടിയേക്കാം. എന്നാൽ അത് ചൂട് കുറയ്ക്കാൻ സഹായിച്ചേക്കില്ലെന്ന് വിദഗ്ധർ പറയുന്നു. അതേസമയം മെയ് മാസത്തിൽ വേനൽ മഴ ലഭിച്ചേക്കും. CCN
മലപ്പുറം. തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ വെള്ളിയാർ പുഴയുടെ കൈവഴിത്തോട്ടിലേക്ക് വ്യാപകമായ രീതിയിൽ കോഴിമാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. ചത്ത കോഴികളെ ഉൾപ്പെടെ തള്ളിയ അവശിഷ്ടങ്ങളിൽ പുഴുക്കൾ നിറഞ്ഞ് പ്രദേശം അതീവ ദുർഗന്ധത്തിലാണ്. വെള്ളിയാർ പുഴയുടെ കാക്കാമ്പാറക്കടവിന് സമീപമാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. പുഴയെ ആശ്രയിച്ച് നിരവധി കുടിവെള്ള പദ്ധതികൾ നിലവിലുണ്ട്. നേരിയ മഴ പെയ്താൽ പോലും ഈ മാലിന്യം മുഴുവൻ പുഴയിലേക്ക് ഒലിച്ചിറങ്ങുമെന്നത് വലിയ ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ചില കോഴി ഫാമുകളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ തള്ളുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വാർഡ് മെമ്പർ ദീപ ഷിൻഡോ സ്ഥലം സന്ദർശിച്ചു. പുഴ മലിനമാക്കുന്നവർക്കെതിരെയും ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയുയർത്തുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് അവർ പറഞ്ഞു. CCN ചത്തല്ലൂർ. കർഷകരുടെ നെല്ല് ഉടൻ സപ്ലൈകോ സംഭരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കടമ്പഴിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കടമ്പഴിപ്പുറം കൃഷിഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ശ്രീകൃഷ്ണപുരം മണ്ഡലം അധ്യക്ഷൻ K നിഷാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ അധ്യക്ഷനായി. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി P സന്തോഷ്, യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K ശ്രീജിത്ത്, T സുബ്രഹ്മണ്യൻ, മഞ്ജു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. എന്നാൽ ഈ പാടത്ത് പണിയെടുക്കുന്ന ചോര നീരാക്കി ഈ രാജ്യം പട്ടിണി കൂടാതെ കിടന്നിറക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യുന്ന ഇവിടുത്തെ സാധാരണക്കാരായ കർഷകർ ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കൊയ്ത്ത് കഴിഞ്ഞ് നാളിതുവരെ ആ കർഷകന്റെ നെല്ല് സംഭരിക്കാൻ പോലും. CCN കടമ്പഴിപ്പുറം. കേരള NGO അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം ബ്രാഞ്ചിന്റെ 51ാം വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരള NGO അസോസിയേഷൻ എന്നും മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് GS ഉമാശങ്കർ പറഞ്ഞു. ബ്രാഞ്ച് പ്രസിഡന്റ് MR രഘുപ്രസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം V സതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് N ജോയ്, സെക്രട്ടറി A ഗോപിദാസ്, ട്രഷറർ J അനീഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുരുദാസ് K രാജ്, ജോയിന്റ് സെക്രട്ടറി റോബർട്ട് ജെയിൻ, V രാധാകൃഷ്ണൻ, C സന്തോഷ് കുമാർ, PN കവിത, T ബിന്ദു, TK റഷീദ, A ജോമോൻ, P മുരളീകൃഷ്ണൻ, C സിമോൻ തോമസ് എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. തൂത ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരം ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറിയ വീരനാട്യവും വിവിധ കലാപരിപാടികളും കാണികൾക്ക് ദൃശ്യവിരുന്നായി. 10ഓളം പ്രമുഖ സംഘങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. യോഗിയായി നടന്നതുമേ ഭൈരവനാകുന്നേ, യോഗിമുദ്ര ധരിച്ചതുമേ ഭൈരവനാകുന്നേ. കരിത്തോല് ധരിച്ചതുമേ
CCN ചെർപ്പുളശ്ശേരി. കടമ്പഴിപ്പുറം വായില്യാംകുന്നിലപ്പൻ ക്ഷേത്രത്തിൽ നവീകരണ കലശ പുനഃപ്രതിഷ്ഠ ഉത്സവ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന 16 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൽ വരും ദിവസങ്ങളിലും വിശേഷാൽ പൂജകളും കലാപരിപാടികളുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 19 ഞായറാഴ്ച ഭക്തി പ്രഭാഷണവും ഭക്തിഗാന സുധയും നൃത്തനൃത്യങ്ങളും നടക്കും. ഏപ്രിൽ 20 ഭക്തിഗാനമേളയും നൃത്തപരിപാടികളും അരങ്ങേറും. ഏപ്രിൽ 21 സഹസ്രകലശമാണ് പ്രധാന ചടങ്ങ്. കൂടാതെ പഞ്ചവാദ്യവും ഭക്തി പ്രഭാഷണവും അന്നേ ദിവസം നടക്കും. ഏപ്രിൽ 22 താന്ത്രിക ചടങ്ങുകൾ, തിരുവാതിരക്കളി, നൃത്തസംഗീത സന്ധ്യ എന്നിവയും അരങ്ങേറും. ഏപ്രിൽ 23 പുനഃപ്രതിഷ്ഠ നടക്കും. വൈകുന്നേരം ഘോഷയാത്രയോടെ പന്തിരികുല സംഗമം നടക്കും. രാത്രി കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരും മട്ടന്നൂർ ശ്രീരാജുമാരാരും നയിക്കുന്ന ഡബിൾ തായമ്പകയും നടക്കും. ഏപ്രിൽ 24 ധ്വജപ്രതിഷ്ഠയും രാത്രി കലാമണ്ഡലം കുട്ടികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന ദക്ഷയാഗം കഥകളിയും നടക്കും. ഏപ്രിൽ 25 കർപ്പൂരാദി ദ്രവ്യകലശ പൂജകൾ നടക്കും. രാത്രി ഭക്തിഗാന നിശ അരങ്ങേറും. ഏപ്രിൽ 26 പുലർച്ചെ 5 മണിക്ക് ഭഗവാനെ കണികാണിക്കൽ ചടങ്ങും രാത്രി 8 മണിക്ക് കൊടിയേറ്റവും നടക്കും. ശാലുമേനോനും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തപരിപാടി നൃത്യതി അന്നേ ദിവസം അരങ്ങേറും. ഏപ്രിൽ 27 രാവിലെ ഉത്സവ ബലിയും രാത്രി ശങ്കരൻകുട്ടിമാരാർ മുടിയേറ്റു സംഘം അവതരിപ്പിക്കുന്ന മുടിയേറ്റും അരങ്ങേറും. ഏപ്രിൽ 28 രാത്രി ഗുരുവായൂർ ഗാന്ധാര അവതരിപ്പിക്കുന്ന മഗധ എന്ന നാടകം അരങ്ങേറും. ഏപ്രിൽ 29 രാത്രി പെരിങ്ങോട് സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിക്കുന്ന ഇടയ്ക്ക വിസ്മയം വാദ്യകലാരൂപം നടക്കും. ഏപ്രിൽ 30 പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ പള്ളിവേട്ട നടക്കും. തുടർന്ന് ചങ്ങനാശ്ശേരി ഹരിലക്ഷ്മി അവതരിപ്പിക്കുന്ന ശ്രീ മഹാമൃത്യുഞ്ജയൻ ബാലെ അരങ്ങേറും. മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് മെയ് 1 തിരു ആറാട്ട് നടക്കും. രാവിലെ ചോറ്റാനിക്കര സുഭാഷ് മാരാർ നയിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യത്തോടെ ആറാട്ട് എഴുന്നള്ളത്ത് ആരംഭിക്കും. പഞ്ചാരിമേളം, കൊടിയിറക്കൽ എന്നിവയോടെ 16 ദിവസം നീണ്ടുനിന്ന ചടങ്ങുകൾ പൂർത്തിയാകും. CCN കടമ്പഴിപ്പുറം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മലപ്പുറം ജില്ലാ സമ്മേളനം ഏപ്രിൽ 18, 19 തീയതികളിൽ പൊന്നാനിയിൽ വെച്ച് നടക്കും. മെഡിക്കൽ ക്യാമ്പ്, ആയുർവേദ മെഡിക്കൽ എക്സ്പോ, സംഘടനാ സമ്മേളനം, പൊതുസമ്മേളനം എന്നിവയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുക. മെയ് 2, 3 തീയതികളിൽ വയനാട്ടിലെ കൽപ്പറ്റയിൽ നടക്കുന്ന AMAI 47ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 18 ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് പൊന്നാനി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുധ മെഡിക്കൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. 19 തീയതി നടക്കുന്ന പൊതുസമ്മേളനം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ PM വാര്യർ ഉദ്ഘാടനം ചെയ്യും. തിരൂർ സബ് കളക്ടർ ദിലീപ് കനിക്കര മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഘടനാ സെഷന്റെ ഉദ്ഘാടനം AMAI സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ PK ഹരിദാസ് നിർവഹിക്കും. സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500ഓളം ഡോക്ടർമാർ പങ്കെടുക്കും. സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ടുകളും ഭാവി പദ്ധതികളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. സംഘടനയുടെ 47ാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മെയ് 2-3 തീയതികളിൽ കൽപ്പറ്റയിൽ വെച്ച് നടക്കുക. അതുമായി ബന്ധപ്പെട്ടാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജില്ലാ സമ്മേളനം പറഞ്ഞതുപോലെ നടക്കുന്നത്. അതിൽ തന്നെ 2 ദിവസത്തെ സമ്മേളനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് ശനിയാഴ്ച നാളെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്ന 3 മണിക്ക് തുടങ്ങുന്ന സമ്മേളനത്തിൽ ആദ്യ ദിവസമായ ശനി നാളെ മെഡിക്കൽ ക്യാമ്പ്, മെഡിക്കൽ ആരോഗ്യ ഡോക്ടർമാരുടെ മെഡിക്കൽ എക്സ്പോ, ഇത് രണ്ടുമാണ് ഉണ്ടാവുക. അത് മെഡിക്കൽ എക്സ്പോ രാത്രി 9 മണി വരെ ഉണ്ടാവും. നിലവിലെ സ്ഥലത്ത് ആളുകളുടെ ബാധിക്കുന്നുള്ളതുകൊണ്ടും ആളുകൾക്ക് കൃത്യമായ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെയാണ്
ഈ മെഡിക്കൽ എക്സ്പോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹബീബുള്ള, AMAI തൃശൂർ സോൺ സെക്രട്ടറി ഡോക്ടർ മുഷ്താഖ്, മലപ്പുറം ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഹാരിസ് ചോലക്കൽ, ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ നൌഫൽ പാനക്കൽ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. വാൽപ്പാറ വാഹന ദുരന്തത്തിൽ മരിച്ച 9 പേർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. 6 അധ്യാപകർ ഉൾപ്പെടെ 9 പേർക്ക് കണ്ണീരോടെ നാട് വിടചൊല്ലി. 7 പേരുടെ ഖബറടക്കം വിവിധ മഹല്ലുകളിൽ പൂർത്തിയായി. നമ്മുടെ ഈ 12 ആയിട്ടുള്ള ആളുകൾ എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മുടെ അടുത്ത് നിയമിക്കപ്പെട്ട 2 ആളല്ലാത്തവരൊക്കെ മരണം സ്കൂളിൽ പന്തലിലുമായിട്ട് നമുക്ക് വേണ്ടി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വളണ്ടിയേഴ്സ് സേവനം അനുഷ്ഠിക്കുന്ന അവരുടെ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പാലിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ബോഡികൾ ഇറക്കിയ ആംബുലൻസുകൾക്ക് നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ ലാസ്റ്റ് ഭാഗത്ത് പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ അവസാന നോക്കു കാണാൻ വിങ്ങലോടെ ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ്. മജീദ്, ഭാര്യ റുക്കിയ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ പാങ് മാട്ടാത്ത് ജുമാ മസ്ജിദിലും അധ്യാപകരായ റംല, ഷക്കീല എന്നിവരുടെയും പാചകത്തൊഴിലാളി സാജിദയുടെയും സംസ്കാര ചടങ്ങുകൾ പാങ് വലിയ ജുമാത്ത് പള്ളിയിലും സുഹറയുടെയും മകൻ ഷിഹാമിന്റെയും ഖബറടക്കം ഈസ്റ്റ് പാങ് ജുമാ മസ്ജിദിലും നടന്നു. സ്കൂളിലെ പ്രധാനാധ്യാപിക അജിതയുടെ സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്തും ആശയുടേത് കൊളത്തൂരിൽ വീട്ടുവളപ്പിലുമാണ് നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾക്കാണ് പൊതുദർശനം നടന്ന അമ്പലപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സാക്ഷിയായത്. തങ്ങൾ ഏറെ സ്നേഹിച്ചിരുന്ന അധ്യാപകരുടെ ചേതനയറ്റ മടങ്ങിവരവിൽ പാങ് LP സ്കൂളിലെ കുരുന്നുകൾ കണ്ണീരണിഞ്ഞ കാഴ്ച ഉള്ളുലയ്ക്കുന്നതായിരുന്നു. ഒരു നാടിനെ നയിച്ച അധ്യാപകരെ അവസാന നോക്കു കാണാൻ ഉറ്റവരും നാട്ടുകാരും പൊതുദർശനം നടക്കുന്ന സ്ഥലത്തെത്തി. പാങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ ഇന്നലെ വൈകിട്ട് 5:20 വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9ാം വളവിലേക്ക് വീഴുകയായിരുന്നു. അപകടത്തിൽ മരിച്ച പാചകത്തൊഴിലാളിയായ സാജിദയുടെ മകൻ ഷഹദീൻ മുഹമ്മദ്, സ്കൂൾ ഡ്രൈവർ കുന്നക്കാവ് സ്വദേശി നൌഷാദ് അലി, ടൂറിസ്റ്റ് വാനിന്റെ ഡ്രൈവർ മുഹമ്മദ് ഫായിസ് എന്നിവരാണ് കോയമ്പത്തൂരിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അപകടത്തിൽ മരിച്ച ഷക്കീനയുടെ മകൻ മസ്നീനെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാൽപ്പാറ വാഹന ദുരന്തത്തിൽ മരിച്ച 9 പേർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. 6 അധ്യാപകർ ഉൾപ്പെടെ 9 പേർക്ക് കണ്ണീരോടെ നാട് വിടചൊല്ലി. 7 പേരുടെ ഖബറടക്കം വിവിധ മഹല്ലുകളിൽ പൂർത്തിയായി. മണ്ണാർക്കാട് ഗൃഹനാഥനെ വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പടാരി അമ്പാഴത്തൊടി ഗോപാലകൃഷ്ണൻ നായരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 11 സംഭവം. മലപ്പുറം ജില്ലയിൽ ഏപ്രിൽ അവസാനം വരെ കടുത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. ജില്ലയിൽ പാലക്കാടിനോട് ചേർന്നുള്ള പെരിന്തൽമണ്ണയുടെയും സമീപത്തെയും പ്രദേശങ്ങളിൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. പാലക്കാട്ട് 40-41 ഡിഗ്രി വരെ ഉയരുന്നതിന്റെ പ്രതിഫലനമാണിത്. തിരുവിഴാംകുന്ന് അമ്പലപ്പാറയിൽ വെള്ളിയാർ പുഴയുടെ കൈവഴിത്തോട്ടിലേക്ക് വ്യാപകമായ രീതിയിൽ കോഴിമാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. ചത്ത കോഴികളെ ഉൾപ്പെടെ തള്ളിയ അവശിഷ്ടങ്ങളിൽ പുഴുക്കൾ നിറഞ്ഞ് പ്രദേശം അതീവ ദുർഗന്ധത്തിലാണ്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.